Watch full episodes on Jio Hotstar. ഒരുപാടായി മതി, ഇപ്പൊ തന്നെ ഒരുപാടായി. എന്റെ അമ്മോ, ഞാൻ സമോസ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും ഒരുപാടായി എന്ന് പറഞ്ഞാ എങ്ങനെയാ? എന്റെ രോഗികളാണ് സത്യം. മോട്ട് കഴിക്കുകയും ചെയ്തു, അതൊട്ട് നമ്മൾ കാണുകയും ചെയ്തില്ല. അതെ, ഞാൻ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും അല്ല ഇപ്പൊ പറഞ്ഞത്. പിന്നെ നീ ഇത് ആരുടെ കാര്യം പറയുന്നേ? പത്ലു, ഞാൻ ഫുർഫുറി നഗരത്തിന്റെ പൊല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. നീ കാണുന്നില്ലേ കാറിൽ നിന്നും ഓട്ടോറിക്ഷയിൽ നിന്നും വരുന്ന പുകയൊക്കെ? എവിടെ നോക്കിയാലും പുക മാത്രമല്ലേ ഉള്ളൂ, നേരെ വണ്ണം ശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ എപ്പോ നോക്കിയാലും ശബ്ദ മലിനീകരണവും. നീ കേൾക്കുന്നില്ലേ പത്ലു? ചീറിപ്പായുന്ന ഈ കാറിന്റെ ഒക്കെ ഹോറൺ സൗണ്ട്. അതേ, ഒന്ന് നിർത്തൂ നിർത്തൂ. എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ഹോൺ അടിക്കുന്നത്? എന്റെ ചെവിയുടെ ഊപ്പാടളയി പോകുന്നു. കണ്ടില്ലേ ചിങ്ങം സാറേ, കണ്ടില്ലേ? നിങ്ങൾ എന്താ ഇവരെയൊന്നും പിടിക്കാത്തത്? ശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്നേ. എന്റെ അമ്മോ, മോട്ടോ, ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം നോയിസ് പൊല്യൂഷനും പിന്നെ എയർ പൊല്യൂഷനും ആണ്. പക്ഷെ അത് എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലായിടത്തൊന്നും ഇല്ല, എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇതുപോലെ യാതൊരു ശല്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലം. അത് കണ്ടില്ലേ? അത് എത്ര സുന്ദരവും ശാന്തവുമായ സ്ഥലമാണെന്ന്. ഇനി ഞാൻ അവിടെ പോയി താമസിച്ചോളാം. വരൂ പത്ലു, നമുക്കിനി അവിടെ പോയി സമാധാനത്തോടെ ജീവിക്കാം. അവിടെയാവുമ്പോ യാതൊരുവിധ ശബ്ദവും പുകയും ഒന്നും തന്നെ ഇല്ല. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വരൂ. എന്റെ മോട്ടു അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അവിടെ ശബ്ദവും പൊടിയും ഒന്നും ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നോ 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 നോ. ഹിമാലയം പോലെയുള്ള ശാന്തമായ ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഞാൻ അവിടെ പോയി താമസിച്ചോളാം. അവിടെ ആവുമ്പോ എനിക്ക് മനസ്സിന് സന്തോഷവും കിട്ടും. പറയൂ, നിനക്ക് വരണമെങ്കിൽ വരാം, വരുവാണെങ്കിൽ വെൽക്കം. ഇനി അല്ല വരുന്നില്ലെങ്കിൽ പിന്നെ വാ. ആഹാ, എത്ര നല്ല സ്ഥലമാണ്. നല്ല രസമുണ്ട്. ടക്കിച്ചിക്ക് ടൈ. സ്ഥലമൊക്കെ അടിപൊളിയാണ്, മാത്രമല്ല നല്ല ശാന്തിയുമുണ്ട്. പക്ഷെ രാത്രിയായി കഴിഞ്ഞാ ഇവിടെ എവിടെയാ ഞാനൊന്ന് കിടന്നുറങ്ങുക? ഒരു ഹോട്ടലും ഇല്ല, ഒരു വീടും ഇല്ല. രാത്രിയിൽ ഞാൻ എവിടെ പോയി കിടക്കും? ഈ ശബ്ദം എവിടുന്നാണ് കേൾക്കുന്നത്? ഇനി ഭൂതങ്ങൾ വല്ലതും ഉണ്ടാവോ? ഏയ്, ഭൂതങ്ങളൊന്നും ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഇവിടെ മനുഷ്യർക്ക് പോലും താമസിക്കാൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ ഭൂതങ്ങൾ വന്ന് താമസിക്കുന്നത്? പത്ലു, രക്ഷിക്കണേ! താങ്ക് യു. നിങ്ങൾ എനിക്ക് വലിയൊരു സഹായമാണ് ചെയ്തത്. ഇതൊക്കെ എന്റെ കടമയല്ലേ? പക്ഷെ നിങ്ങൾ ഈ തണുത്തുറഞ്ഞ മലയിൽ ഒറ്റയ്ക്ക് എന്താ ഇവിടെ ഇരുന്ന് ചെയ്യുന്നത്? ഭയങ്കരമായിട്ട് തണുക്കുന്നു. വിറച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. എന്റെ പേര് പാറ്റ് എന്നാണ്. ഇത് എന്റെ കൂട്ടുകാരനാണ്. വരൂ, ഞങ്ങളുടെ ടെന്റിലേക്ക് വരൂ. പോകുന്ന വഴിക്ക് എല്ലാ കഥകളും പറഞ്ഞാ മതി. നിങ്ങൾ നിങ്ങളുടെ ഫുർഫുറി നഗർ ഇത് കാരണമാണോ വിട്ടിട്ട് വന്നത്? അവിടെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാ? ഓ എന്റെ ചങ്കേ, എന്റെ ബ്രോ, പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മൾ അതിന്ന് ഒളിച്ചോടി പോകുന്നതിന് പകരം അതിനെ പരിഹരിക്കുകയാണ് വേണ്ടത്. ഇന്ന പിടിച്ചോളൂ, ഭക്ഷണം കഴിക്കേ. നിങ്ങൾ ഒരുപാട് വിശന്നിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവേണ്ടതല്ലേ?
ശരിയാണ് പറഞ്ഞത്. ഫുർഫുറി നഗരത്തിൽ താമസിക്കുകയാണെങ്കിൽ ഇപ്പൊ നല്ലപോലെ കഴിച്ചു കിടന്ന് ഉറങ്ങേണ്ട സമയമായിരുന്നു. അവിടെ എല്ലാ ദിവസവും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പത്ലു എന്നെ നിർബന്ധിച്ച് എഴുന്നേപ്പിക്കുമായിരുന്നു. അതുപോലെ ഒരു കൂട്ടുകാരനെ ഇവിടെ എവിടെ കിട്ടാനാ? ഛേ. നന്നായി കൂട്ടുകാരാ, നിനക്ക് ഇത്രയും പെട്ടെന്ന് സ്വബോധം കിട്ടിയല്ലോ. പൊളിച്ചേ, ഇതുപോലെ ഒരു സ്ഥലമാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നത്. ഹലോ പത്ലു, ഞാനൊരു മനോഹരമായ കാട്ടിനകത്താണുള്ളത്. നല്ല രസമുണ്ട് പത്ലു. ഇവിടെ എനിക്ക് ഒരുപാട് മനസ്സമാധാനമുണ്ട്. പക്ഷേ നീ ഹിമാലയത്തിൽ പോയിരിക്കല്ലായിരുന്നോ? അയ്യോ, അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണെന്നേ. പക്ഷേ ഇവിടെ കുയിലിന്റെ പാട്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ, പിന്നെ മയിലിന്റെ സംസാരവും. ആഹാഹാഹാ, എത്ര മനോഹരം. എന്ത് സത്യാണോ പറയുന്നേ? പത്ലു, കണ്ണും പൂട്ടി ഇവിടെ ഇങ്ങനെ ഇരുന്ന പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ? കണ്ടോ കണ്ടോ കുയിലിന്റെ ശബ്ദം. ഇതൊക്കെ കാണുന്നത് എങ്ങനെയാ? ഫോണിൽ കൂടെ ഞങ്ങൾക്ക് കേൾക്കാനല്ലേ കഴിയൂ. പത്ലു, ഞാനതങ്ങ് മറന്നുപോയി. പക്ഷെ പത്ലു, നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിലേ നല്ല രസമായിരുന്നേന്. രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. വേണ്ട വേണ്ട. അതേ കഷ്ടകാലം എന്റെ പുറകിൽ വരുവാണോ അതോ ഞാൻ അതിന്റെ പുറകിൽ പോവാണോ? എന്താ എനിക്ക് സംഭവിക്കുന്നത്? എന്താ പറ്റിയേ? ഒന്നും ചോദിക്കണ്ട, ഒരുമിച്ച് ഞാൻ ഒരു ദിവസം പറയാം. ഞാൻ രക്ഷപ്പെടുവാണെങ്കിൽ. കുറച്ചെങ്കിലും നാണം വേണം നിങ്ങൾക്ക്. ഒറ്റയ്ക്ക് പേടിച്ചരണ്ട നിൽക്കുന്ന എന്നെ ഇങ്ങനെ പേടിപ്പിക്കാൻ. ഈ കാടാണ് സത്യം, വെള്ളമാണ് സത്യം, മരങ്ങളാണ് സത്യം, ഈ ഇലകളാണ് സത്യം. പോയിക്കോ പോയിക്കോ ഇവിടുന്ന്. എന്നിട്ട് കുറച്ചെങ്കിലും ദയ കാണിക്കൂ. എന്റെ പത്ലു, നിങ്ങളുടെ കൂടെയുള്ള ആ ദിവസങ്ങൾ സത്യത്തിൽ വളരെ നല്ലതായിരുന്നു. ഇനി എന്റെ അവസാനത്തെ വിടവാങ്ങൽ സ്വീകരിക്കൂ. താങ്ക് യു വലിയേട്ടാ. നിങ്ങൾ മാത്രം ഇല്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്തായേനെ? എന്റെ അമ്മോ, അവന്മാരെന്റെ ജീപ്പ് അടിച്ചോണ്ട് പോയി. വന്നേ, നമുക്ക് ജീപ്പ് തിരിച്ചെടുക്കണം. താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ വീട്ടിലേക്ക് പോയിക്കോ. ഈ കൊടുങ്കാട്ടിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. വലിയേട്ടാ, എന്റെ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. പത്ലു എവിടെ? ഓ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ പത്ലു ഇവിടുന്ന് പോയല്ലോ. നീ പോയതിനു ശേഷം അവനും പോയി. മോട്ടു പോയതിനു ശേഷം അവൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാണെന്നാ അവൻ ചോദിക്കുന്നത് ചങ്ക. ആ പത്നും ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. അവിടെ പൊടിയും ബഹളവും പിന്നെ എയർ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ ഇതൊന്നും ഉണ്ടാവാത്ത സ്ഥലമാണ്.
എന്റെ പത്തിലും കൂട്ടുകാരെ നീ എവിടെയാ പറ. കൂട്ടുകാരൻ എവിടെയുണ്ടോ അവിടെയാണ് സന്തോഷം. അതാണ് ലോകം. പത്തിലോ ഞാൻ കേടപേക്ഷിക്കുകയാണ്. നീ തിരിച്ചു വരണം. പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നമ്മൾ വേണം ബുദ്ധിപരമായ ആ പ്രശ്നങ്ങളെ ഒഴിവാക്കേണ്ടത്. അല്ലാതെ ഒളിച്ചോട്ടം ഒന്നിനും ഒരു ഉത്തരമല്ല. എന്റെ പൊന്നു പത്തിലോ നീ തിരിച്ചു വാ. സോറി പത്തിലോ, തെറ്റ് പറ്റിപ്പോയി. സോറി. നീ ഇനി ഒരിക്കലും പോവില്ലല്ലോ. നോ നോ, നെവർ നെവർ, ഒരിക്കലുമില്ല. സമോസയാണ് സത്യം. എന്നാ നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. അതെ സുഹൃത്തുക്കളെ, നമ്മുടെ ചരിത്രം സാക്ഷിയാണ്. ആരൊക്കെ വെല്ലുവിളി സ്വീകരിക്കാറുണ്ട് അവരെല്ലാം ധീരത പ്രകടിപ്പിക്കാറുമുണ്ട്. ഭാഗ്യവും അവരുടെ കൂടെ തന്നെ നിൽക്കാറുണ്ട്. ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ്. വിധി എപ്പോഴും ധീരന്മാരോടൊപ്പമാണ്. വിശ്വാസമാകുന്നില്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. പത്തിലു, ഞാനും ഇനി എന്ത് ചെയ്താലും വളരെ ബുദ്ധിപൂർവമേ ചെയ്യുള്ളൂ. പിന്നെ കണ്ടോളൂ എന്റെ ജീവിതം എങ്ങനെയാണ് മാറുന്നതെന്ന്. ബോസ് ബോസ്, നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. അല്ലെങ്കിൽ മോട്ടു ധീരത നമ്മളോടും കാണിക്കും. ഇവിടുത്തെ സ്ഥലം വിട്. വാ പോവാം. എപ്പോഴല്ലേ ഇവൻ ധീരത കാണിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. മോട്ടു ഇതൊക്കെ വെറുതെ പറയാന്നേ ഉള്ളൂ. ഇത് TV പ്രോഗ്രാമാ. നീ എവിടെയെങ്കിലും പോയി ധൈര്യം കാണിക്കാൻ നിന്നാൽ പ്രശ്നങ്ങൾ പുറകെ വന്നോളും. എന്റെ പത്തിലു, ഞാൻ എപ്പോ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലും അപ്പൊ വന്ന് നീ അത് തടയും. നോക്കൂ, എനിക്ക് എന്റെ ബുദ്ധി തെളിയിച്ചേ പറ്റൂ. അതിൽ എന്നെ ആർക്കും തടയാൻ പറ്റില്ല. എന്നാ പിന്നെ നീ നിന്റെ ധൈര്യം കാണിക്ക്. ഞാൻ കണ്ടോളാം. അതെ അതെ, കണ്ടോളൂ എന്റെ ബുദ്ധി. കേട്ടിട്ടില്ലേ നീ? ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ്. പിടിക്ക്, ആരെങ്കിലും എന്റെ കാളെ ഒന്ന് പിടിക്കോ. ധീരന്മാരാരെങ്കിലും ഉണ്ടോ? ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ്. ഭാഗ്യം എപ്പോഴും ധീരന്മാരോടൊപ്പമാണ് നിൽക്കാറുള്ളത്. ഞാനാണ് ധൈര്യശാലി. അതുകൊണ്ട് ഞാൻ തന്നെ ഈ കാളയെ പിടിക്കാം. യോ, എന്നെ കൊല്ലല്ലേ. വാ ധീര മനുഷ്യ, നിങ്ങളൊരു വലിയ കാര്യമാണല്ലോ ചെയ്തത്. പറയൂ, എന്ത് സമ്മാനമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇല്ല, ഞാനിത് സമ്മാനത്തിന് വേണ്ടി ചെയ്തൊന്നുമല്ല. മറിച്ച് ഞാനിത് ചെയ്തതേ ഞാനും ഒരു ധൈര്യശാലിയാണെന്ന് കാണിക്കാനാ. നോക്ക് മോട്ടു, നീ വെറുതെ ധൈര്യമുണ്ടെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളിൽ ചെന്ന് കുടുങ്ങേണ്ട. ഇപ്പൊ നടന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടില്ലേ? ബോസ് ബോസ്, ഈയിടെയായിട്ട് മോട്ടു അപകടകാരിയായി മാറിയിരിക്കുകയാണ്. നമുക്ക് അവന്റെ ബലഹീനത മുതലെടുത്ത് അവനെ പരലോകത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റും. എന്റെ പൈശാചിക ബുദ്ധിയിൽ വളരെ അപകടകരമായ ഒരു ഉപായം തോന്നുന്നുണ്ട്. ഇത് പിടിച്ചോ. 1 2 3. ഏയ്, ഇനി ഈ ഫുർഫുറി നഗരത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ബോക്സറോട് ബോക്സിംഗ് ചെയ്യാൻ? ബോക്സറേട്ട്, മോട്ടുവിനേക്കാളും വലിയൊരു ധീരൻ ഈ ഫുർഫുറി നഗരത്തിൽ ഇല്ല. നിങ്ങളുടെ ചലഞ്ച് മോട്ടു തന്നെയായിരിക്കും ഏറ്റെടുക്കുന്നത്. എന്താ മോട്ടു, അങ്ങനെ ചെയ്യില്ലേ? അതെ അതെ, പിന്നല്ലാതെ ഞാൻ തോൽപ്പിക്കാം ബോക്സറിനെ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? ഇത് ജോണിന്റെ തന്ത്രമാണ്. നിനക്ക് ബോക്സറിന്റെ കയ്യിൽ നിന്ന് ഇടിമേടിച്ചു തരാനുള്ള പണിയാണ്. പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇല്ല പത്ലു, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ഏറ്റുമുട്ടും. ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ്. പിന്നെ നീ ഒരിക്കലും മറക്കരുത്, ഭാഗ്യമെന്നും ധീരന്മാരുടെ കൂടെയാണ്. ഇന്ന് ഞാൻ ഏറ്റുമുട്ടും. വരൂ ബോക്സറെ, എനിക്ക് നിങ്ങളുടെ ചാലഞ്ച് സമ്മതമാണ്. വായോ വായോ, ഇനി ഈ ദിവസം നീ ഒരിക്കലും മറക്കില്ല. ഇതാ പിടിച്ചോ.
വായോ 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 എന്റെ അമ്മോ മോട്ടു നീ ബോക്സിംഗ് ചെയ്യാണോ അതോ എന്നെ തല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണോ ഏയ് One, two, three, four. ബോക്സർ ഔട്ട്. നമ്മുടെ മോട്ടു വിജയിച്ചിരിക്കുന്നു. എല്ലാവർക്കും പണ്ടേ ധൈര്യശാലിയാണ്. മോട്ടു അവന്റെ ധീരത കാണിക്കാൻ വളരെ ഉത്സാഹരഹിതനാണ്. അവനെ നമുക്ക് നമ്മുടെ ഹീറോയാക്കണം. ഈ പാഠം അവൻ പഠിച്ചു കഴിഞ്ഞ പിന്നെ ഒരിക്കലും അവൻ പിന്നെ ധീരത എന്ന് ഉച്ചരിക്കാനേ പാടില്ല. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ അല്ലേനും പറ്റൂ. കവിതയുടെ കാര്യമൊക്കെ വിട്, കവിതയുടെ കാര്യം വിട്. മോട്ടുവിനെ പറ്റി ആലോചിക്ക്. നമ്മള് വെച്ച കെടിയിൽ അവൻ സ്വയം തന്നെ വന്ന് വീഴണം. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരപകടകരമായ ഉപായം തോന്നുന്നുണ്ട്. എങ്കിൽ എത്രയും പെട്ടെന്ന് പറയൂ ബോസ്, ആ കൊടുങ്കാറ്റ് പുറത്തു പോകുന്നതിന് മുമ്പ്. കേൾക്ക്, ശ്രദ്ധിച്ച് കേൾക്ക്. ഫുർഫുറി നഗരം മുഴുവനും ഈ ന്യൂസ് പടർത്തണം. ആ മലയുടെ മുകളിൽ ആർക്കും പോവാൻ കഴിയില്ല. ആ മല ഭയങ്കര ഭയാനകമാണ്. അവിടെ പോയ പിന്നെ ആരും തിരിച്ചു വരത്തില്ലെന്ന്. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല ഐഡിയ. ഞാൻ ഇപ്പൊ തന്നെ ഫുർഫുറി നഗരത്തിൽ മുഴുവൻ ഈ ന്യൂസ് എത്തിച്ചിട്ട് വരാം. നാട്ടാരെ കേട്ടുകൊള്ളിൻ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. കറുത്ത പർവ്വതത്തിൽ ആർക്കും പോകാൻ സാധിക്കില്ല. അത് അത്രയും അപകടം പിടിച്ച സ്ഥലമാ. ആരെങ്കിലും അവിടെ പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. പത്ലു, ഞാൻ എന്തായാലും അവിടേക്ക് പോകുന്നതാണ്. പോയിട്ട് തിരിച്ചു വരുന്നതുമായിരിക്കും. എന്നിട്ട് ഈ ഫുർഫുറി നഗറിലെ എല്ലാ ജനങ്ങളെയും കാണിച്ചു കൊടുക്കും ഞാൻ ഒരു ധൈര്യശാലി ആണെന്ന്. മോട്ടു, നീ എന്ത് ഭ്രാന്തായി ചെയ്യുന്നത്? എല്ലായിടത്തും നീ പോയി എന്തിനാ പ്രശ്നങ്ങൾ മേടിച്ചു വെക്കുന്നത്? ഈ ധൈര്യമൊക്കെ നീ കാണിക്കേണ്ടത് അത് ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ്. ഇല്ല പത്ലു, ഞാൻ ഈ ചാലഞ്ച് തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. നീ കേട്ടിട്ടില്ലേ, ലക്ക് ഫേവേഴ്സ് ദ ബ്രേവ്. മോട്ടു, നോ നോ നെവർ. ഇതിൽ നിന്നും ആർക്കും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. സ്വയം എനിക്ക് പോലും പറ്റില്ല. ഓക്കേ, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ ഭ്രാന്ത് തീർത്തിട്ട് വന്നേക്ക്. വാ, ഞാനും കൂടെ വന്നേക്കാം. അതെ, ഇവിടെ ആരും വരാറില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു എന്റെ കള്ളക്കടത്ത് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നീ വാവിട്ടാല് എല്ലാരെയും അറിയിച്ച് ഇത് മുഴുവൻ കുളവാക്കി തന്നിരിക്കുക. ഇനി മുതൽ ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കും. ഇവിടെ വരാനുള്ള ധൈര്യം മോട്ടു മാത്രമേ കാണിക്കുകയുള്ളൂ. അഥവാ മോട്ടു ഇവിടെ എത്തിക്കഴിഞ്ഞ പിന്നെ നേരെ അവൻ വേറെങ്ങുമായിരിക്കില്ല, പരലോകത്തേക്കായിരിക്കും പോവുക. നിങ്ങൾ റെഡിയാണോ അവനെ പറഞ്ഞു വിടാൻ? മോട്ടു, എന്റെ സഹോ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ മൊത്തം പ്രശ്നങ്ങളാ. ഞാനാണെങ്കിൽ അപകടത്തിന്റെ കൂടെ കളിക്കുന്നവനും. മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ പോകും. ബൈ ബൈ മോട്ടു. മോട്ടു, രക്ഷിക്ക്.
ബൈ മോട്ടു പത്ലു. ഈ മിസൈലായിരിക്കും നിങ്ങളെ പരലോകത്തെത്തിക്കുക. ജോൺ, നീ മോട്ടുവിനെ അല്ല എന്നെ തീർക്കാനാ വന്നിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഇതാണോ നിന്റെ താവളം? സീനിയർ ഡോണും ജൂനിയർ ഡോണും രണ്ടുപേരും ഉണ്ടല്ലോ. ഏയ്, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. ചിങ്കം സർ, ഈ ജൂനിയർ ജോണിനും സീനിയർ ഡോണിനും തക്ക ശിക്ഷ കൊടുത്തേ പറ്റൂ. ആദ്യം എനിക്ക് ജോണിനെയാണ് ശിക്ഷിക്കേണ്ടത്. ഇവരാണ് എന്നെ ഇപ്പൊ നശിപ്പിച്ചത്. Watch India's largest kids library only on Jio Hotstar. Download the app now.